അങ്ങനെ നമ്മുടെ ഷെഫീനെ താത്താനെ പോലീസ് പൊക്കി. ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും തമ്മിലൊക്കെ ഇട്ടിട്ട്. ഞാനും അത് തന്നെ ആയിരിക്കും തമ്മിൽ ഇട്ടത്. ക്ലിക്ക് ബൈറ്റ് അല്ലടാ, അപ്പൊ എന്തായാലും ഇടാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ആണല്ലോ. ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണ്, നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലാവും. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇന്നലെ മിനിഞ്ഞാന്നിട്ട് പുള്ളിക്കാരുടെ വീഡിയോ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് എത്തുന്നുള്ളത്. ഇപ്പോ ഫസ്റ്റ് ഞാനൊരു വീഡിയോ വെക്കാൻ മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. അപ്പൊ എന്റെ ഫേസ്ബുക്കിൽ നല്ലോണം കമന്റ്സ് വരുന്നുണ്ട്. നല്ലോണം കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്കൊരു 80% പോസിറ്റീവായിട്ട്, അതായത് ഷെഫീന താത്താനെ തെറിയും പറഞ്ഞിട്ട് എന്നുള്ള കമന്റ്സ് തന്നെയാണ്. ബാക്കി കുറച്ച് പേര് വന്നിട്ട് ഇത് പറഞ്ഞു വിട്ടിട്ട് കമന്റ് ഇടണാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതിന്റെ അകത്ത് വന്നിട്ട് ഒരാവശ്യമില്ലാണ്ട് കുറെ കമന്റ് ഇടുന്നുണ്ട്. കമന്റിന്റെ മെയിൻ എല്ലാ കമന്റിന്റെ യൂട്യൂബിലാണെങ്കിൽ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ കമന്റിന്റെ ഒരു കോർ സാധനം ഇതാണ്: നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ പോയാൽ നീ എന്ത് ചെയ്യൂടാ? നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഡ്രസ് ചെയ്ത് എന്ത് ചെയ്യൂടാ? എനിക്ക് എത്രയും പറയാനുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്. എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സ്വന്തം കുടുംബത്തിൽ എന്താ നടക്കണതെന്ന് അന്വേഷിച്ച് നോക്കി. ഇങ്ങനെ ഈ പറഞ്ഞു നടക്കണവരുടെ അവസാനത്തെ അവസ്ഥ എന്താ അറിയാം? സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കും പണി കിട്ടുന്നത്. അത് അവർ അറിയത്തുമില്ല. അപ്പൊ അതാദ്യം നോക്ക്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ ആരെങ്കിലും കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതുപോലെ ഈ താത്ത വന്നിട്ട് ഇതുപോലെ കൊണയൊക്കെ അടിച്ച് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ ഉണ്ടായിരിക്കുമോ? ഇല്ലല്ലോ. അല്ല, അവർ പറയത്തില്ല എന്നൊന്നും ഉറപ്പില്ലല്ലോ. അവർക്കൊരു തോന്നല, അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരെക്കുറിച്ച് എന്തും പറയും. അതാണ് അവരൊരു സ്വഭാവം. ഞാൻ ഇത്രയും കാലം കൊണ്ട് കുറച്ച് പേരൊക്കെ വീഡിയോസ് കണ്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവരുടേതായിട്ടുള്ള ചെക്ക് ചെയ്ത് പണ്ടത്തെ വരെ വർഷങ്ങൾ മുമ്പുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയ ഒരു കേസ് അതാണ്. അതായത് പുള്ളിക്കാരുടെ പരിപാടി ഇങ്ങനെയാ. പുള്ളിക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ വായി തോന്നി ക്യാമറ ഓൺ ചെയ്തിട്ട് കൊണോണാന്ന് അങ്ങോട്ട് പറയുമ്പോൾ ആൾക്ക് പണി കിട്ടൂല എന്ന് ആൾ ഉറപ്പിക്കുന്ന കുറെ കാര്യങ്ങളും കൂടി ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് വ്യക്തിയായിട്ട് പേഴ്സണലി യാതൊരു പ്രശ്നവും അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്ന്, അതായത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു മലയാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇതുപോലത്തെ ഒരുമാതിരി തൊട്ടി വർത്താനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിക്ക് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. നല്ല രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയേണ്ടി വരും. ഇവരെ പോലെ അധികം ആരുമില്ല. വളരെ കുറച്ച് ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വായി തോന്നിയത് എന്തും പറയാ, ഉള്ള വൃത്തിയേടും തെറിയൊക്കെ പറഞ്ഞ് എങ്ങനെയും കണ്ടന്റ് പിടിക്കുക എന്നുള്ള രീതിയിൽ. കണ്ടന്റ് ഇല്ലാത്തടത്ത് കണ്ടന്റ് ഉണ്ടാക്കിയിടുന്ന കുറെ ടീമുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് ഇതുപോലെ കുറച്ച് ജെനുവിനായിട്ടും കുറച്ച് നല്ല രീതിയിൽ സംസാരിച്ച് വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ അതിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഉണ്ണി വ്ലോഗ്സ് തന്നെയുള്ള നമ്മുടെ സിൽമ ടോക്സ്, അവരൊരു കൊളാബ് അടിച്ച ചാനലാണ്. അപ്പൊ അതില് പുള്ളിക്കാരി വന്നിരുന്നിട്ട്, ഉണ്ണിന്റെ കൂടെ പുള്ളിക്കാരി വന്നിരുന്നിട്ട് ഈ ഷെഫീന ബീവിക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ഷെഫീന ബീവിക്ക് എതിരായിട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്തതിൽ കൃത്യമായി അവർ കുറെ പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് എഴുതി വെച്ചാണ് കംപ്ലൈന്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നല്ല കറക്റ്റ് ഏതൊക്കെ പോയിന്റ്സ്, ലീഗൽ സൈഡുകൾ ഏതൊക്കെ പോയിന്റ്സ് IT ആക്ട് പ്രകാരം മറ്റൊക്കെ ആയിട്ടുള്ള എന്തൊക്കെ വരാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ടാണ് അതിന്റെ അകത്ത് എഴുതി വെച്ചേക്കണം. ഞാൻ ആ വീഡിയോ ഇപ്പൊ പ്ലേ ചെയ്യാം. ഇത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം. ആ ടൈം കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ മതി. കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ ചിലർ ചിലപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ഇത്രയും കണ്ടിട്ട് ഇതുകൊണ്ട് മാത്രം വീഡിയോ സ്കിപ്പ് അടിച്ചു പോകേണ്ട കാര്യമില്ല. ഇതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കേൾക്ക് നിങ്ങൾ, കേട്ടോ. വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷെഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ. ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ. നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ. പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷെഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ. അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ. അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ
ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം. അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം. ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സ് ആയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ. ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ. അബെറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ. അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. കേട്ടല്ലോ, ഇതാണ് സംഭവം. അപ്പൊ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കംപ്ലൈന്റ് ഇനി അതിന്റെ അവര് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനോ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സിനോ കാര്യങ്ങളോ ഇന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അവർ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ തന്നെ അപ്ഡേഷൻ അറിയിക്കണം. കാര്യം ഇവർക്ക് ഇതിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എടുത്തോ, ആ കംപ്ലൈന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ള ഇനി ഒരു കുറച്ച് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ അതിന് കിട്ടും. അങ്ങനെയാണെന്ന് ഇത് കേസായിട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ട്, ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഞാൻ ഈ ഇതിനെതിരായിട്ട്, അതായത് ഷഫീൻ തൊട്ട ഉയരാണ്, ഷഫീൻ തൊട്ട പറഞ്ഞ കറക്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ വേർഷനിൽ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ വീടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ റോട്ടിൽ നിന്നിട്ട് ഒരാൾ ഇതുപോലത്തെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടിരിക്കോ? ഇല്ല. അത് ആരാണെങ്കിലും പിടിച്ച് നല്ല രീതിയിൽ കൊടുക്കും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പേര് കാണത്തക്ക രീതിയിൽ ഒരു പെൺകുട്ടീനെ, ഒരു സ്ത്രീനെ ഇത്രയും എന്തൊക്കെയാ പറഞ്ഞേ. ഇനി അവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഡ്രസ്സ് മോശം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെൺകുട്ടികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് വിലയിരുത്തി പറയുന്ന കുറെ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ ടീംസ് ഉണ്ട്. തുണി ഇല്ലാണ്ട് ഇങ്ങനെ അയച്ചിട്ട് റോട്ടിൽ കൂടി നടക്കുന്നല്ലോ. ഒരു മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ മോഡൽസ് എങ്ങനെയായിരിക്കും ഡ്രസ് ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇവന്റ് അനുസരിച്ച്, ഓരോരോ ആഡ് അനുസരിച്ച് എല്ലാത്തിനും ഡിഫറെന്റ് ആണ്. അതൊരു പ്രൊഫഷനാണ്, അതൊരു ജോബാണ്. അതുപോലെ അറിയാത്ത കുറെ എണ്ണങ്ങൾ വന്ന് എനിക്ക് ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താ കിട്ടുന്നതെന്ന്. അത്ര ബോധമില്ലാത്ത കുറെ ടീമുകളാണ്. നിങ്ങൾ ഈ TV-യിൽ ഉൾപ്പെടെ കാണുന്ന അഡ്വർടൈസ്മെന്റുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ് ഇതെല്ലാം മോഡൽസും പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ആണ് ചെയ്യുന്നത്. അവർക്ക് ഡിപ്പെൻസ് ഓൺ ഓരോ ആഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇവന്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പരസ്യം അനുസരിച്ച് എല്ലാം അനുസരിച്ചും അവർക്ക് ചിലപ്പോൾ ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യേണ്ടി വരും. ഫാഷൻ ഷോസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും കൊറിയോഗ്രാഫേഴ്സ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡൽ മാനേജ്മെന്റ് ടീം ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചുള്ള ആ തീം അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടേണ്ട ഒരു ഡിപ്പെൻസ് ആണ്. അത് അവരുടെ പ്രൊഫഷനാണ്, അത് അവർ ചെയ്തോട്ടെ. അഗെയിൻ പറയാണ്, അതൊരു ജോബാണ്. ആ ജോബ് ഒരു മോശം ജോബൊന്നുമല്ല. ഇവൻ ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾ മുമ്പ് ഒരു മോഡൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന അന്നത്തെ മോഡൽസ് ഉൾപ്പെടെ പലരും ഇന്ന് അത്യാവശ്യം നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ചിലർ സിനിമാ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അതൊരു പ്രൊഫഷനായിട്ട് നിങ്ങൾ ആദ്യം കാണുക. അല്ലാതെ തുണി അയച്ചിട്ട് കാണിക്കുന്ന ഇവരെ പോലെയുള്ള വിവരമില്ലാത്ത കുറെ സ്ത്രീകൾ പറഞ്ഞ കേട്ടിട്ട് അതിന്റെ ഒപ്പം വാലും പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇതൊന്നും കേട്ട ആരും ഈ ഫീൽഡിൽ നിൽക്കുന്നവർ പോലും ഇതൊന്നും കേട്ടിട്ട് അയ്യോ അവരങ്ങനെ പറഞ്ഞത് ഞങ്ങൾ നിർത്താം എന്നൊന്നും ആരും ചിന്തിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നെ നാളെ നിങ്ങളുടെ വീട്ടിലായാലും പെൺകുട്ടികളോ ആരെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി അവർക്ക് താല്പര്യം ഇറങ്ങി പോയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് പറയും? അവരെ ചവിട്ടി പുറത്താക്കും. എന്തോന്നറിയത് കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചീത്ത പറയാനോ വരുമ്പോൾ ഷഫീനെ താത്താക്ക് ഇതിൽ കാണുമ്പോഴേക്കും വലിയ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത് കാണാൻ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർ കാണണ്ട എന്നും പറയുമ്പോൾ ആയി തോന്നിയ വർത്താനമല്ല പറയണേ. ഇനി ഞാൻ എഗെയിൻ പറയണേ, അവർക്ക് വേണമെങ്കിൽ ആ ഡ്രസ്സ് ഇച്ചിരി മോശം, അത് ഇച്ചിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. അവരെന്തൊക്കെയാണ് അതിൻ്റെ അത് പറഞ്ഞേക്കണേ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ട്? ഈ തെറി പറയാൻ വന്നവരടുത്ത് പറഞ്ഞേ ഭയങ്കര മോശം ഇട്ടോ പറഞ്ഞേക്കണേ. എന്ത് ആ കുട്ടിയുടെ അച്ഛനെ, അമ്മേനെ, ആ കുട്ടീനെ വേറൊരു എന്താ പറയാ ഒരു അപകടത്തിൽപ്പെട്ട ഒരു, ഞാൻ ഇത് പറയുന്നില്ല, വേറൊരു പെൺകുട്ടിയുടെ കാര്യമൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. എന്തിന്, എന്ത് കാര്യത്തിന്?
ചെറ്റത്തരം എന്നാണ് അതിനൊക്കെ പറയണത്. അല്ലാണ്ട് നിങ്ങൾ ഇതിനൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടം തോന്നുന്നുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല. അത്രക്കുള്ള വിവരമുള്ളൂ നിനക്കൊക്കെ ഞാൻ പറയുന്നത്. അത് ഏത് അമ്മച്ചിമാരാണെങ്കിലും ആന്റിമാരാണെങ്കിലും ഏത് ആണെങ്കിലും കഷ്ടം. ഇനി ഇതിനോടൊപ്പം തന്നെ ദിയാസൻ ഒരു വീഡിയോ ഇട്ടുണ്ട്. ട്രെൻഡിങ് ടോപ്പിക് ആണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കയറും. പിന്നെ ദിയാസനൊക്കെ എന്തൊക്കെയോ അറിയാം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഒരു 9 മിനിറ്റ് ഉണ്ട്. ഞാൻ ഫുള്ളായിട്ട് വെക്കുന്നില്ല. ഹലോ ഗൈസ്, അതെ, ഞാനിപ്പോ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിലെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി, അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേര്, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ കാണുന്നത് മാത്രമല്ല, പിള്ളേര് മൊത്തം തെറി പറഞ്ഞു. കുറെ ഓൾഡ് ഏജ് വിന്റേജ് ഐറ്റംസ് വെച്ച് ബാക്കി എല്ലാരും അതിലുള്ളത് ഉൾപ്പെടെ. എന്റെ കുറെ അമ്മച്ചിമാരൊക്കെ വന്നിട്ട് ഈ ഷഫീദ തന്നെ നല്ല തെറി പറയുന്നുണ്ടായിരുന്നട്ടാ. ഇല്ലെന്നൊന്നും ഞാൻ പറയല്ല. പിള്ളേര് നല്ല ഊപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ റൈറ്റ് ഒക്കെ ഇറങ്ങി എന്റെ അടുക്ക്. അല്ല, ഇത് അയച്ചു കൊടുക്കണ ഈ ആർക്കടെ ഇത്ര ഇത് കാണാൻ വേണ്ടി ഇത്ര ഗതികേടുന്നാലേക്കണം പറ. ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കി. എല്ലാരും കണ്ടപ്പാ. പക്ഷേ എനിക്കെന്തായാലും ഈ 140p താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണാൻ നിന്നില്ല. കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അല്ല, അതെന്തില്ലാട്ടാ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഇപ്പൊ ഒന്നിനും വയ്യ. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതിന് ഇരിപ്പി തന്നെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് വേറെ വഴിയില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. ഇതൊക്കെ കാണുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ വീഡിയോ ഇറങ്ങിയതും മറ്റേതും മറിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അത് ഞാൻ എൻഡോസ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇവര് പറയുന്നതാണ്, ഇവര് കണ്ടു, ഇവർക്ക് അറിയാന്നൊക്കെ. വട്ടം ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ പലർക്കും അറിയാതിരിക്കാം, കണ്ടിട്ടുണ്ടാവും. ഐ ഡോണ്ട് കെയർ. അതിലേക്കൊന്നും ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. അതെന്ത് കുന്തോന്ന് പോലും നമ്മൾ കാണാത്ത കാര്യം നമ്മൾ എന്തിനാണ് അതിനകത്ത് വന്നിട്ട് അഭിപ്രായം പറയാൻ നിൽക്കണേ? ശരിയല്ലേ? കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറ. ഇനി ഇതിനെ റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ജസ്റ്റ് പറയാതെ പറഞ്ഞു പോയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ ന്യൂസിലും കൂടി, അതായത് ന്യൂസിന്റെ മനോരമ ന്യൂസ് തന്നോട് അവർ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടി ഇതിനെ കുറിച്ചൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും ദയക്ക് നല്ല റീച്ച് ആയിട്ടുണ്ട്, അക്കൗണ്ട് നല്ല ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്, നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഷെഫീൻ താത്തക്ക് ഇനി PR വർക്ക് വല്ല ഏൽപ്പിച്ചതാണോ ദയനൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി? കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത് നെഗറ്റീവ് ആണെങ്കിലും വന്ന് ഭവിച്ചേക്കണം പോസിറ്റീവായിട്ടാട്ടോ. എന്റെ പൊന്നോ. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി, പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റലല്ല, പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ of posting every day and making you guys happy. I didn't want that. Usually most of the time I do that. I take the initiative to post to make you happy. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. എല്ലാവരും അയ്യോ എന്ത് പറ്റി എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി. വേണ്ട, അതിന്റെ ആവശ്യമില്ല. നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ആള് പേരൊന്നും പറയണ്ട, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
പിന്നെ എയറിലായി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പിൻവലിക്കണം. താങ്കളല്ല എയറിലായത്, അവര് പറഞ്ഞു വെച്ചിട്ട് അവര് തന്നെ എയറിൽ പോയി. ഇത്രയും ദിവസം എയറിലായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എയറിൽ നിന്നും വിട്ട് വേറെ സോളാർ സിസ്റ്റത്തിലേക്ക് എത്തിയെന്നൊക്കെയാണ് കേട്ടത്. തിരിച്ചു വന്നിട്ടില്ല. അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുറെ വീഡിയോസ് അതിന്റെ ഇടയ്ക്ക് വന്നു. കാര്യം റീച്ച് പോകുന്നുണ്ട് നല്ല രീതിയിൽ. തെറിവിളിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അവരെ കമന്റ് ബോക്സിൽ അധികം തെറിവിളിക്കാൻ നിൽക്കത്തില്ല ആൾക്കാർ. ഓ ഷെഫീന താത്ത സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറെ മൊണ്ണകൾ വന്നിട്ട് കൈയടിക്കുന്ന ഈ നാണം കെട്ട കുറെ ജന്മങ്ങൾ. ഷെഫീന താത്താനെ അല്ലട്ടോ ഞാൻ പറഞ്ഞത്, ഈ വന്നിട്ട് ജയ് വിളിക്കണവരെയാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ബേസിക്കലി പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് പറഞ്ഞേ എവളുടെ വീഡിയോ ഉണ്ടോ ഫുള്ള് കിളി പോകാനുള്ള എന്തൊരു ഈ മറ്റേ ചട്ടുകത്തില് എണ്ണയിൽ കടുകിടുമ്പോ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്ക്. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, yes, it was affecting എൻ്റെ അമ്മയച്ഛൻ്റെ വീടുണ്ടായിരുന്നു. but they were also busy with their life. They were like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. മികച്ച ഒരു തീരുമാനം. ഇതിനൊക്കെ റിയാക്ട് ചെയ്യണവരെ കൊണ്ട് ആ ചെടിക്ക് വെള്ളമൊഴിക്കൽ തന്നെ നല്ലത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടാവും ജീവിതത്തിൽ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഒരു നേച്ചറിലൊക്കെ ഒരു ഇതെങ്കിലും ഉണ്ടാവും. ഇത് നമ്മൾ റിയാക്ട് ചെയ്യണ വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന കോണ്ടന്റ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അതായത് മാസത്തിൽ 1-2 സ്കാം എക്സ്പോസിങ് കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വെടിച്ചിൽ വീഡിയോ ഒക്കെ പെട്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ ചെറിയ ഒടുക്ക് വീഡിയോസ് മാത്രമോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു പോകണം. യൂട്യൂബിൽ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ കണ്ടന്റ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. കാര്യം ഇൻസ്റ്റയിൽ നമ്മൾ ചെയ്യുന്ന പല സാധനങ്ങൾ യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂടെ, അതുകൊണ്ട് അത് ഇടാറില്ല. എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാതെ. അപ്പോൾ ഇവര് പറഞ്ഞൊരു കാര്യം, അച്ഛനും അമ്മേനെയൊക്കെ വലിച്ചിടുക എന്നുള്ളത് എഗെയിൻ അതും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ. ഷെഫീന താത്ത വന്നിരുന്നിട്ട്, ഷെഫീന താത്താന്ന് വിളിക്കുന്നില്ല, ഷെഫീന വന്നിരുന്നിട്ട് ഇവരെ കുറിച്ചിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഈ അച്ഛനെ അമ്മേനെ അവരെ പാരന്റ്സ് ആണ്. ഓഫ് കോഴ്സ് ആർക്കായാലും വിഷമവും ദേഷ്യമൊക്കെ വരും. വല്ല കാര്യമുണ്ട് ഇതൊക്കെ വലിച്ചഴിച്ച് ഇതിൻ്റെ അകത്ത് ഒരു ആവശ്യമില്ലാത്ത ഇവരുടെ എനിക്കത് അത്രത്തോളം കാണാൻ പറ്റിയില്ല വീഡിയോ. അത്ര വൃത്തിയോട് വീഡിയോ എന്ന് പറയാം, വെറും നശിച്ച വീഡിയോ അവർ ചെയ്തു വെച്ച സാധനം. ഞാൻ ഇതിനു മുമ്പ് ഒരു പല ചെറ്റത്തരങ്ങൾ ഇതുപോലെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാ വീഡിയോ അവരുടെ മോശം എന്നല്ല പറഞ്ഞത്. ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ പുട്ടിന് വീടിടുന്ന പോലെ ഇടക്കിടക്ക് വരും. അത് ഭയങ്കര ഷോക്കായി പോയി. ഹ്യൂമൻ ദാറ്റ് ഈസ് സംതിങ് എൽസ്. അത് വേറെ എന്തോ ജീവിയാണ്. വേറെ ജീവിയാണ്. എന്താ പറഞ്ഞേ? I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം ഇതാണ് മെയിൻ കാര്യം. ഞാൻ ഇതിലേക്കൊന്ന് എത്തിച്ചിട്ട് നിർത്താന്ന് വിചാരിച്ച വീഡിയോ. അതായത് ഈ പുള്ളിക്കാരി ചെയ്ത വീഡിയോസ് പലതും പല സ്ത്രീകളെയും പല സമയത്ത്, സ്ത്രീകളെ മാത്രമല്ല, ഇപ്പൊ കൈസിന്റെ വീഡിയോ ഉണ്ട്, കൈസിനെ പേഴ്സണലി അഫക്ട് ചെയ്തിട്ടുണ്ട്. വന്നിരുന്ന് പറയുന്ന വർത്താനങ്ങൾ അതുപോലെയാണ്. എന്തുവാണ് ഒരു കൾച്ചറും ഇല്ലാതെ ഈ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ മാത്രോട്ടെ, ഇതുപോലത്തെ കോണ്ടന്റ് ചെയ്യുമ്പോൾ ഒരു കൾച്ചറും ഇല്ലാതെ വായി തോന്നിയ വർത്താനവും വൃത്തിയുടെയൊക്കെ മൊത്തം വിളിച്ചാൽ പോയി പറയും. ഇവരെ ഒന്നും ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് പറയുന്ന എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും പറയേണ്ട ഒരു അവസ്ഥ വന്നുപോയി. കാരണം ഒരു അസുഖമോ ഒരു വയ്യാതിരിക്കുന്നതോ അല്ല, ഒരാൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല അതൊരിക്കലും. അതിലേക്ക് അവര് ഓവറായിട്ട് കിടന്നപ്പോൾ മാത്രമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തിട്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഉന്നയിക്കേണ്ടി വരുന്നത്. ഇപ്പോ സ്ത്രീകൾ ഒരുപാട് ഒരു എഫക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന എനിക്കറിയാവുന്ന എന്റെ കൊളീഗ്സ് ഉൾപ്പെടെ ഒരുപാട് പേര്, എന്റെ കമന്റ് ബോക്സിലൊക്കെ അത്യാവശ്യം കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അത് കൂടാണ്ട് തന്നെ അവർക്ക് എല്ലാം മെന്റലി അഫക്ട് ചെയ്യുന്നുണ്ട്. മെന്റലി അഫക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കേട്ട് ഡൗൺ ആയി പോവല്ല, എന്തെങ്കിലും
പിന്നെ അപ്പട്ട ചെന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ രീതിയിലെ പിള്ളേർ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. കാരണം ആ രീതിക്ക് പറഞ്ഞു നോക്കുമ്പോൾ അവരൊരു പ്രൊഫഷനാ, മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രീനെ തന്നെ ഒരുമാതിരി വേറെ ഏതോ ലെവലിലാക്കി. ബസ്സിൽ ചെന്ന് കയറി കൊടുക്കണി, നിന്നെ ഇതാ കൂടി അതാ എന്തെന്നൊക്കെ ഇവര് പറഞ്ഞു കൂട്ടിയെ. ഇവര് പറയുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നടക്കുന്ന ചില നാറികളുണ്ടല്ലോ, ബസ്സിലും മറ്റോടത്തൊക്കെ കയറി പ്ലക്കാൻ നടക്കണമാതിരി, അവന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും ഈ തരം ഇതുപോലത്തെ വേർഡ്സ്. അതിനുവേണ്ടി പറഞ്ഞിട്ടായിരിക്കൂലേ താത്ത. ഭയങ്കര മോശമായി ഇപ്പൊ എന്തായാലും. ഇനി കംപ്ലൈന്റിന്റെ പോലീസ് കംപ്ലൈന്റിന്റെ കേസ് പറയുന്നത്, ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് പോലീസ് കംപ്ലൈന്റ് ഇവരുടെ പേരിലുണ്ടെന്ന്, FIR കിട്ടുന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇവർക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ത്രീയാന്നുള്ള പ്രിവിലേജ്, പിന്നെ ഇവർക്ക് വയ്യ, അവർക്ക് അടക്ക് കീപ്പോട്ടെന്തോ തളർന്നിരിക്കുകയാണ്, അങ്ങനെ എന്തോ ഞാൻ കേട്ട്. ഞാൻ ഇവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇവരെ ഒരു വീഡിയോസ് പോലും ഞാൻ അധികം കാണാറില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുമ്പോൾ, ഐ മീൻ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നടക്കുമ്പോൾ ആ കോണ്ടന്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഇവരെന്താ പറയണേന്ന് നോക്കിയിട്ട്. വാലിഡ് ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് കാണാറുള്ളൂ. അങ്ങനെ ചിലത് കണ്ടിട്ട് അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അവരൊക്കെ കീപ്പോട്ട് തളർന്നിരിക്കുകയെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതൊന്നും ഒരിക്കലും നിങ്ങൾ സിമ്പതി കാണിക്കുന്നവരുടെ ഞാൻ പറയണേ, ആ ഒരു വയ്യായികയോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ഒരാൾക്ക് എന്ത് തോന്നിയാസോ വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. സിമ്പതി ഈസ് ഓക്കെ, അല്ലെങ്കിൽ ഒരു വയ്യായികം ഓക്കെ, അത് റിക്കവർ ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ അവർ നല്ല സുഖമായിട്ട് പോട്ടെ എന്നൊക്കെ. പക്ഷെ എന്നും പറഞ്ഞാൽ എന്ത് തോന്നിയാസം സഹിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. അതൊരു ഒരു വെപ്പണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ സൊസൈറ്റിക്ക് ഉൾപ്പെടെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പെൺകുട്ടികൾ എത്ര പേർക്കെതിരെ ഒരു തോന്നിയാസം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അവര് മെന്റലി എഫക്ട് ആവുക, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം തോന്നുക, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവുക. ഈ ആൾക്കാർ, അതായത് കേൾക്കുന്നതിൽ ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ തന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഉളകളുണ്ടല്ലോ, ആ ഉളകൾ ഉൾപ്പെടെ വന്നിട്ട് ഇവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുക, കമന്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആർക്കാരും ഒരു ബുദ്ധിമുട്ട് വരും. എന്തിന്റെ പേരിൽ എന്ത് കാര്യത്തിന് ഇവരുടെ കുടുംബത്തോട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്? ഇല്ലല്ലോ. അതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ പേരിൽ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയണത് ഉണ്ണി വ്ലോഗ്സ് അവര് കേസ് കൊടുത്തിട്ടുണ്ട്, വേറെ ആരെങ്കിലൊക്കെ ജോയിന്റ് ആയിട്ട് എന്തെങ്കിലും പെറ്റീഷനോ കാര്യങ്ങളായിട്ടൊക്കെ എന്തെങ്കിലും കേസായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. ഈ ഒരു കേസിൽ കേസ് ആർക്ക് വേണമെങ്കിലും, ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതിനുള്ള വകുപ്പ് ആ വീഡിയോയിൽ എല്ലാത്തിലും ഉണ്ട്. അത് കൃത്യമായിട്ട് ഇവരുടെ വീഡിയോ, ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കംപ്ലൈന്റ് ചെയ്യാം. അവരുടെ നമ്പർ അവരുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്, ഉണ്ണി വ്ലോഗ്സിന്റെ. അത് നോക്കിയിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാൻ നോക്കുക. കുറച്ചധികം മാസമായിട്ടുള്ള ഒരു കംപ്ലൈൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഷെഫീന എന്ന് പറഞ്ഞ ലേഡി അവർ നന്നാവണം, അവർ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കണം. അതെനിക്ക് തോന്നുന്നില്ല. ഭയങ്കര മോശമായി പോയി. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ ഒരു വുമൺ റൈറ്റ്സ് അങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കട്ടോ. അതിനുവേണ്ടി സംസാരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അത് നിങ്ങൾക്ക് യോജിച്ച പരിപാടിയല്ല. ഐ ഫീൽ ലൈക്ക് നിങ്ങൾക്ക് അത് യോജിച്ച പരിപാടിയല്ല. എനിവേ ഇത്രേ ഉള്ളൂ ഗൈസ്, ഈ ഒരു കാര്യത്തിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു കോണ്ടന്റ് ഇനി ചെയ്യാനുള്ള ഒരു അവസരം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തെറി പറയാനും മറ്റേതൊക്കെ പറയാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നല്ല പച്ചക്ക് എൻ്റെ തിരിച്ച് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വന്ന് കമന്റ് അടിക്കാൻ നിൽക്കില്ല. കാര്യം ഇത് ഞാൻ ലാപ്പിലാണ് ഈ യൂട്യൂബ് ചാനൽ ഓപ്പറേറ്റ് ചെയ്യണം. സോ എപ്പോഴും തുറക്കാറില്ല, കമന്റ് അധികം റിപ്ലൈ കൊടുക്കാറുമില്ല. എന്ത് പറഞ്ഞാലും ഞാൻ കാണുന്ന പോലുമില്ല. നന്നായിട്ട് എന്നെ കുറിച്ച് ഈ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നതും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് കേട്ടിരിക്കുന്ന ആളല്ല, തിരിച്ച് നല്ലത് പറയും. നല്ല നല്ല വൃത്തിക്ക് കമന്റിൽ ഞാൻ പറയും, വീഡിയോയിലൊന്നും ഞാൻ പറയില്ല. കാര്യം ഒരുപാട് പേര് ചിലപ്പോൾ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു മിനിമം റെസ്പെക്ട് നമ്മൾ കാണിക്കണം. ഏത് അല്ലെ?